ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഫീസർ ഓൺ ഡ്യൂട്ടി, റൈറ്റർ, അതാണ് ആദ്യം എടുത്ത് പറയേണ്ടത്. ഷഹീദ് കബീർ, ഹാറ്റ്സ് ഓഫ് മാൻ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. ജോസഫ്, അതുപോലെ നായാട്ട്, രണ്ടും എൻ്റെ ഫേവറേറ്റ് മൂവീസാണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ ജിത്തു അഷ്റഫ് ഡയറക്ഷൻ, ഒരു രക്ഷയില്ല, ഗംഭീരമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഗ്രപ്പിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിന് വേണ്ട രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. അതിന് BGM ഓൾസോ, BGMനും അതിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. കാര്യം ജെയ്ക്സ് ബിജോയ് ആ രീതിയിലാണ് പണിത് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, ഗംഭീരം. കാരണം തിയേറ്ററിൽ എക്സ്പീരിയൻസ്, നല്ലൊരു ഹൈ ക്ലാസ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് ക്യാരക്ടേഴ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ കുഞ്ചാക്കോ ബോബൻ, ഹാറ്റ്സ് ഓഫ് മാൻ, ഒരു രക്ഷയില്ല കേട്ടോ. അദ്ദേഹം ഇതുവരെ ചെയ്ത സിനിമകളിൽ ഒരു എന്താ പറയുക, ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. ഞാൻ എസ്പെഷ്യലി അഞ്ചാം പാതിര പോലൊരു ടിപ്പിക്കൽ ക്യാരക്ടറാണ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിൻ്റെയൊക്കെ മേലെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ തന്നെയാണെന്ന് പറയണം. കാരണം അത്രയും റൂഡ് ആൻഡ് റഫ് ആയിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. അത് നമുക്ക് ആദ്യം തന്നെ സിനിമയ്ക്കിടെ കഥ ആരംഭിക്കുമ്പോൾ തന്നെ കാണിച്ചിരുന്നുണ്ട്. ഹരിശങ്കർ എന്നുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ. ആള് എന്താ പറയുക, ഡെഡിക്കേറ്റഡാണ്, പ്രൊഫഷനോടും ഡെഡിക്കേറ്റഡാണ്. അതുപോലെ വളരെയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള, ആസ് എ ഫാദർ വളരെ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് വില്ലന്മാരായിട്ട് കുറച്ച് പിള്ളേർ വരുന്നുണ്ട്. അറിഞ്ഞ് വിളയാടിയുടെ പിള്ളേന്മാർ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കാര്യം അവരുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും ഫെമിലിയറാണ്. ഐ മീൻ വിശാഖിനെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ആനന്ദത്തിലൂടെയൊക്കെ നമുക്ക് ഫെമിലിയറാണ്. ബാക്കി എല്ലാവരെയും പല പല സിനിമകളിൽ കണ്ട ഒരു ഓർമ്മയുണ്ട്. ഏതൊക്കെ സിനിമയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ബട്ട് എവിടെയൊക്കെ കണ്ടു മറന്ന മുഖങ്ങളാണ്. ഒന്ന് രണ്ട് പേര്, എല്ലാവരും അല്ല, ബട്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് വൈസ് സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. നായകനെ എന്താ പറയുക, നമ്മൾ പണിയിൽ കണ്ടില്ലേ, നമ്മളെ സാഗർ സൂര്യ ചെയ്ത പോലെ, അതുപോലെയൊക്കെ ഏകദേശം നായകന് പണി കൊടുക്കുന്ന ഒരു തരം എന്താ പറയുക, ഡ്രഗ്സിന് അടിമകളായ കുറേ വില്ലൻ ഗ്യാങ് ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ട്. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ഒരു ടൈപ്പ് സാധനമാണ്. വില്ലനെയൊക്കെ നമുക്ക് ആദ്യം തന്നെ വില്ലന്മാരൊക്കെ അതിട്ട് തരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് സിനിമ ഉടനീളം. ഒരു മാലമോഷണത്തിൽ തുടങ്ങി അത് അവരുടെ ലൈഫിലോട്ട്, അതായത് കുഞ്ചാക്കോ ബോബൻ്റെ തന്നെ ലൈഫിലോട്ട് എത്തുന്ന രീതിയിലൊരു സംഭവമാണ്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ്, ഐ മീൻ പ്രിയാമണി, അതുപോലെ ജഗദീഷ്, അതുപോലെ വേറൊരു ഉദ്യോഗസ്ഥനായിട്ട് ഒരാൾ ഫസ്റ്റ് സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഒരു സ്റ്റോറി ഇൻ്റർ കണക്റ്റഡ് ആക്കിയിട്ട് ഉള്ളൊരു സംഭവമാണ് മൊത്തത്തിൽ പിടിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് സിനിമ. എന്തായാലും ഈ വർഷം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് മൂവി എടുത്തു വെക്കാവുന്ന ഒരു സിനിമയാണ് ഈ ഒരു 2 മാസത്തിൽ. രേഖാചിത്രവും അതുപോലെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഈ 2 സിനിമയാണ് എനിക്ക് ഈ വർഷം ഇറങ്ങിയതിൽ ഏറ്റവും സൂപ്പറായിട്ട് വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട 2 സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ. പിന്നെ എടുത്തു പറയേണ്ട ഒന്ന് സിനിമാറ്റോഗ്രാഫി. റോബി വർഗീസ് രാജ്, നമുക്ക് കണ്ണൂർ സ്കോഡിലൂടെയൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. ആളൊക്കെ ഗംഭീര സൂപ്പർ ഫ്രെയിംസ് ആയിരുന്നു, ഒരു രക്ഷയും. എന്താ പറയുക, എല്ലാ വയസ്സും ടെക്നിക്കലി ഇതിൻ്റെ മേലോട്ട് ഈ സിനിമയ്ക്കകത്തൊന്നും ചെയ്യാനില്ല. കാരണം എസ്പെഷ്യലി സ്ക്രിപ്റ്റ് അത്രയും ഗ്രിപ്പ്, അതിന് അത്രയും സ്ട്രോങ് ആണ്. അതിനോട് എന്തൊക്കെ വന്ന് പോയാലും സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പോയി എന്ന് പറയില്ലേ, അത്രയും സ്ട്രോങ് സ്ക്രിപ്റ്റാണ്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിങ് ആണ്. കാര്യം ഒരുപാട് തവണ നമുക്ക് തോന്നിപ്പോവും, ഒരുപാട് തവണ വന്ന സ്റ്റോറി അല്ലേ എന്നൊക്കെ തോന്നും. എങ്കിലും എന്താ പറയുക, ഒരു പുതുമ ആ ഒരു ഇതിനകത്ത് ഉണ്ട്. എങ്ങനെ പോയാലും നമുക്കറിയാവുന്ന വില്ലനെ എടുത്ത് തരുന്നുണ്ട്, ക്ലൈമാക്സ് എങ്ങനെയാണ് എല്ലാം നമുക്ക് പ്രഡിക്റ്റബിൾ. ബട്ട് എന്താ പറയുക, നമ്മളതിനകത്ത് ഇമോഷണലി ലോക്കാക്കി വെക്കുന്ന ഒരു തരത്തിലൊരു സ്ക്രിപ്റ്റാണ്. നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നെ ജെയ്ക്സ് ബിജോയ് എന്തൊരു BGM ആടോ, ഒരു രക്ഷയില്ല. എന്താ പറയുക, സിനിമയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ആ ഒരു BGM ഉണ്ട് എന്നുള്ളതാണ്. വില്ലന്മാർ വരുന്ന ആ ഗ്യാങ്ങിൻ്റെ ഒരു BGM, അതുപോലെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ BGMs ഒരുപാട്. ഇതിൻ്റെ ഒരു OST ഇറങ്ങാൻ ഞാൻ എസ്പെഷ്യലി വെയിറ്റിംഗ് ആണ്. അത്രയും അഡിക്റ്റഡ് ആയിപ്പോയി ആ ഒരു BGMനോടൊക്കെ. വളരെയധികം എന്താ പറയുക, വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണെന്ന് തന്നെ പറയണം. പിന്നെ അതിനകത്ത് എല്ലാവരും, ബാക്കിയുള്ള എല്ലാ പെർഫോമൻസും, ജഗദീഷും, പ്രിയാമണിയും, മീനാക്ഷി, അതുപോലെ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. പ്രിയാമണിയുടെ ഒരു അച്ഛൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനുണ്ട്. ആളൊരു ഒരു സീൻ, അത് ഞാൻ എന്താണെന്ന് പറയുന്നില്ല, സ്പോയിലർ ആയിപ്പോവും. ആ ഒരു സീൻ വരുമ്പോൾ തിയേറ്ററിൽ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു. അതൊക്കെ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. എന്തായാലും ഇതൊരു ഷുവർ ഷോട്ട് ഹിറ്റ് എന്നുള്ളത് തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വളരെയധികം ഇഷ്ടമായി. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയായിരിക്കും ഓഫീസർ ഓൺ ഡ്യൂട്ടി.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Until then,